വലുത് വാങ്ങിച്ചപ്പോൾ ഇത് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മിക്കവാറും കൂടുതൽ ഇട്ടേക്കണത്. നോക്കാം, ഇതിങ്ങനെ ഫുൾ ഓപ്പൺ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. ടാമ്പൂവിന്റെ പണിയാണ്. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് കിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടോ. പക്ഷേ ഈ ഒരു ബാഗിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഇപ്പോഴും ഇട്ട് വയ്ക്കില്ല, കാരണം യൂസ് ചെയ്യണ സാധനങ്ങളൊക്കെ പുറത്തായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എങ്ങനെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് കാണിക്കുമ്പോഴല്ലേ എന്തൊക്കെ ഇതിൽ ഞാൻ കൊണ്ടുകൊണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനെന്നെ പെറുക്കിയിട്ടിട്ട് ഞാനെന്നെ വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ട് കാണിക്കണത് അതങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വാഗമണിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാട്ടെ. പിന്നെ എല്ലാം കൂടിയിട്ട് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വീട്ടിൽ വന്നിട്ട് ചെയ്യാന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് അല്ലെങ്കിൽ മേക്കപ്പ് പൗച്ച് എന്നൊക്കെ പറയാം. ഇതില് മേക്കപ്പ് ഐറ്റംസ് മാത്രമല്ല അല്ലാണ്ടുള്ള കുറേ അനേകം സാധനങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ബാഗ് ഞാൻ മീഷോ എന്നാണ് തോന്നുന്നു വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കളറും പിന്നെ ഇതിങ്ങനെ പിടിക്കാനും സുഖമാണ്. നമ്മൾ എത്ര സാധനങ്ങൾ ഇട്ടാലും ഇതിനെ ഒതുക്കി കൂട്ടി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇങ്ങനെ പിടിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം. പറഞ്ഞ ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല, കാരണം യൂസ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ആവശ്യമുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനാകെ ഒരു കള്ളിയാണ് കേട്ടുള്ളൂ. അതാ കണ്ടില്ലേ, ഇത്ര അധികം സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഫുൾ ഓപ്പൺ ആവണതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലുണ്ടായിരുന്ന സാധനം ഇവിടെ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. ടാംബ്രൂവിൻ്റെ പണിയാണ് ഇതൊക്കെ. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ വെച്ച സാധനമാണ്. അപ്പോൾ ഇതെന്തായാലും അന്ന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല, കാരണം എൻ്റെ സൺസ്ക്രീന് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയി ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് അക്വാലോജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ. ഇതെന്തായാലും നമുക്ക് ഇനി പിന്നീട് യൂസ് ചെയ്യാം. ഇതോടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് അടുത്തത്. ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഒരു സാധനം ഇത്രയും നേരം വൈകി, ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയും നേരം വൈകിന്നാണ് ആലോചിക്കണത്. കാരണം ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. ഒന്നും നോക്കണ്ട, വേഗം വാങ്ങിച്ചോ. ഞാൻ ഇതുവരെ അങ്ങനെ പോൺസിന്റെ ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഒരു ദിവസം കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനൊരു റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട്. പക്ഷെ എന്താ പറയുക, അടിപൊളി പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ് ഡ്രൈ സ്കിന്നുകാർക്ക്. ഓയിലി സ്കിന്നുകാർക്ക് വേറെ ഉണ്ട്. ഇത് ഡ്രൈ സ്കിന്നുകാരുടെ ആണ് കേട്ടോ. ഇതിനെത്ര 245 ഇതിലുണ്ട് റേറ്റ്. 215 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഡ്രൈ സ്കിന്നുകാരുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചത്. നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ കടയിലൊക്കെ പോയി എപ്പോഴും ഉണ്ടാവണ ഒരു ക്രീമാണ്. അല്ലെങ്കിൽ നമ്മളത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കിട്ടാനൊക്കെ ഭയങ്കര സമയം എടുക്കില്ലേ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു. ഇതാണ് ഞാൻ വാഗമൺ പോയപ്പോൾ കൊണ്ടുപോയ എൻ്റെ മോയ്സ്ചറൈസർ. ഇത് ഞാനും പകുതി മുക്കാലും ഇട്ട് തീർത്തു, കാരണം അവിടെ തണുപ്പായതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആവുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്ത. അപ്പോൾ 2 സാധനങ്ങൾ നമ്മുടെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇതൊരു ഇത് ഞാൻ എന്തെങ്കിലും മുടി ഫ്രണ്ടിലേക്ക് വരിക അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇടാൻ വിചാരിച്ചാണ്. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് പോട്ടെ. പിന്നെ അടുത്തത് ഈ ഒരു പൗച്ചാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടോ. ഇതിൽ ഒരു 3 മേക്കപ്പ് ബ്രഷ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഐഷാഡോ ഇടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഒരു കുഞ്ഞ് കൺസീലർ ഇടുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് ബ്ലെൻഡർ കേട്ടോ. ഇത് ഞാൻ ബ്രഷ് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൗച്ചിൽ വെച്ചേക്കണത്. അപ്പോൾ അത് സേഫ് ആയിട്ട് ഇരുന്നോളും. അടുത്തത് ഇതാ ഈ ഒരു കുഞ്ഞളക്കാണ് കേട്ടോ. ഇത് ഞാൻ ഞങ്ങൾ മാണീസ്ന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. എന്താ 50 രൂപ എത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നമ്മുടെ ഇങ്ങനത്തെ മാല അതുപോലെ മോതിരമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പം അതിലിൻ്റെ മാലയും അങ്ങനത്തെ ഐറ്റംസുമാണ്. ഇതിൻ്റെ ഒരു വലുതും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. അടുത്തത് സൺസ്ക്രീൻ.
ഇതാണ് ഞാൻ യൂസ് ചെയ്യണ സൺസ്ക്രീൻ. പക്ഷെ ഞാനിത് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി പിടിക്കും. ഇത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. കഴിയാനായി ഞാൻ അതിന് ഊറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും പോട്ടെ. ഇനി നമുക്ക് അടുത്തത് ക്ലിപ്പ് ബൺ. ഇനി അടുത്തത് എൻ്റെ ക്ലെൻസറാണ് കേട്ടോ, സെറ്റഫിലിൻ്റെ. ഇത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് കോമ്പാണ്. ഇതാ അടുത്തൊരു ബണ്ണ്. ഇതുകൊണ്ടാണ് ഞാൻ ചീന്താറ്. പക്ഷെ 2 ചീർപ്പുണ്ട്, അതുകൊണ്ട് ഇത് ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല. വീട്ടിൽ വന്നിട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് എൻവൈബയുടെ സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എൻ്റെ ഒരു കുഞ്ഞ് ഐഷാഡോ പാലറ്റാണ്. ഇത് ഗ്ലാം 21 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ ആംബ്രു കളിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇതിനൊന്നൊരു ഉറപ്പും ഗ്യാരണ്ടി ഇല്ലാത്ത പോലെയായി. അപ്പോൾ ഇതാണ് ഐഷാഡോ പാലറ്റ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ബൺ. അറിയാലോ, നമ്മൾ കുറേ ബണ്ണൊക്കെ ഇട്ട് വെക്കും, കാരണം ഒരെണ്ണം എവിടെ വെച്ചെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കാണാണ്ടാവില്ല. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതാ ഈ ഒരു ലിപ് ബാമാണ് കേട്ടോ, ഡോട്ട് ആൻഡ് കീയുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ് ബാമാണ്. അപ്പോൾ അതും കൊണ്ടുപോയി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കുകൾ നോക്കാം. ഞാൻ ലിപ്സ്റ്റിക്കുകൾ ആകെ 3 എണ്ണമാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതൊരെണ്ണം. ഇതാണ് ഞാൻ മിക്കവാറും കൂടുതൽ ഇട്ടേക്കണത്. മെബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഫസ്റ്റ് ഞാൻ ഇത് ഇടും, പിന്നെ ഒന്ന് ജസ്റ്റ് ഈ ഒരു മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് തീരെ ഇട്ടിട്ടില്ല കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് അല്ല, അപ്പം ഞാനിത് ഇട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ. അപ്പോൾ ഇത് 3ആണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതാ ഈ ഒരു ചെറിയ സൺസ്ക്രീനാണ് കേട്ടോ, ഡോക്ടർ ഷെറ്റ്സിൻ്റെ. വലുത് വാങ്ങിച്ചപ്പോൾ ഇത് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇതും കൂടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അയ്യാ, ഈ വീഡിയോ ഞാൻ രാത്രിയാണ് എടുക്കണത്. ആമ്പും സാപ്പിയും പുറത്ത് പോയ തക്കത്തിലാണ് കേട്ടോ ഞാനിത് എടുക്കണത്. അപ്പം ഇനി നമുക്ക് എൻ്റെ കൺസീലർ നോക്കാം. ഞാൻ യൂസ് ചെയ്യണത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ. ഈ ഷെയ്ഡ് ഞാൻ പറയില്ലേ, കാരണം ഇത് എൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഞാനൊരു വാസ്ലിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുത്. എനിക്ക് ഈ ഒരു ചെറിയ ഡപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാനൊരു 5-6 എണ്ണമൊക്കെ വാങ്ങിച്ചു വയ്ക്കും. ഇതെന്തിനാണ് ഞാൻ കൊണ്ടുപോയതെന്ന് വെച്ചാൽ, എനിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് വൈറ്റ് ഹെഡ്സ് വരും. അപ്പോൾ ഞാനത് കുറച്ചിങ്ങനെ തേച്ചിട്ട് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് തുടച്ച് കളഞ്ഞാൽ പകുതി മുക്കാലും വൈറ്റ് ഹെഡ്സ് പോവും. 2, 3, 4, 5 എണ്ണമൊക്കെ അവിടെ ഉണ്ടാകും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതൊരു ഒരു വഴിക്ക് പോവല്ലേ, അപ്പം അതിലെടുത്തിട്ടാണ്. കാരണം നമുക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അടുത്തത് മസ്കാരയാണ്. കൊളോസലിൻ്റെ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 2ാമത്തെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ മാറ്റി പിടിക്കും, കാരണം ഇതിന് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. ഇത് നല്ലൊരു മസ്കാരയാണ്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്ത് ബോറടിച്ചു. കുറേ നല്ല മസ്കാരകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇതിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാട്ടോ. കാരണം ഈ ഒരു മസ്കാര വാങ്ങിച്ച കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എന്തായാലും മാറ്റി പിടിക്കുന്നതാണ്. അടുത്തത് ഫിറ്റ്മിയുടെ ഒരു ഐലൈനറാണ്. ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഐബ്രോ പെൻസിലാണ്. പക്ഷെ ഈ ഒരു സംഭവം എങ്ങനെ വെച്ചാൽ, ഇവിടെ ഐബ്രോ പെൻസിൽ, ഇപ്പുറത്ത് ബ്രഷ്. ഇത് നമുക്ക് കൊണ്ടുപോകാൻ സുഖമാണ്. പക്ഷെ ഇതിനൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അധികം ഇത് തെളിയില്ല. കയ്യിൽ ഇങ്ങനെ വരയ്ക്കും, അതായത് കയ്യിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തെളിയും. പക്ഷെ നമ്മുടെ ഐബ്രോസിൽ ഇങ്ങനെ ആവുമ്പോൾ തെളിച്ചം കുറച്ച് കുറവാണ്. അത് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് വൈറ്റോണിൻ്റെ പൗഡറാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ഒരു ടാൽക്കം പൗഡർ. വൈറ്റോണിൻ്റെ ടാൽക്കം പൗഡറാണ് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണത് ഇതാണ് കേട്ടോ. ഗൈസ്, ഇനി ആകെ ലാസ്റ്റ് ഒരു സാധനം കൂടി ഉള്ളൂ, എൻവൈബയുടെ ലൂസ് പൗഡർ. ഇത് എന്തിനാ കൊണ്ടുപോയെന്ന് വെച്ചാൽ, ഞാൻ കൺസീലർ ഇടുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ലൂസ് പൗഡർ കൊണ്ടുപോയത്. ഇത് ഞാൻ ആകെ ഒരു വട്ടം കൂടാണ് വാഗമണ്ണിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാ സാധനവും കഴിഞ്ഞു കേട്ടോ.
ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. എല്ലാവർക്കും വാഗമൺ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു, ആ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.